പുറത്തേക്ക് മയ്യത്ത് കട്ടലുകളിലായി ഓരോ ആളുകളുടെ റിതയും നിതയും ഇർഫാനയും എല്ലാം ഒരുമിച്ച് വരിവരിയായി ഈ ആളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഒരുമിച്ച് കയറി വന്നവർ ഒരുമിച്ച് തന്നെ. എന്തൊരു കാഴ്ചയാണ് അഷ്കർ! ഒരു നാട് മയ്യത്ത് കട്ടിലിൽ അവരുടെ ചുമലിലേറ്റിയിരിക്കുന്നത് ആ നാടിൻ്റെ തുടുപ്പായിരുന്ന 4 പൂമ്പാറ്റകളെയാണ്. കണ്ണീരണിഞ്ഞ് സഹപാഠികളും ബന്ധുക്കളുമുണ്ട്. മിങ്ങിപ്പൊട്ടി മനസ്സ് ചേർത്ത് പിടിച്ച് ധൈര്യം കൈവിടാതെ മയ്യത്ത് കട്ടിലിൽ സന്തൂക്കലിൽ ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകുന്ന 4 കുഞ്ഞുങ്ങൾ. അവർ ഒരുമിച്ച് വരിവരിയായിട്ടായിരുന്നില്ല നടന്നിരുന്നത്. തോളോട് തോൾ ചേർന്ന് നടന്നിരുന്നവർ വരിവരിയായി സന്തൂക്കിൽ അവർ മയ്യത്ത് കട്ടിലിൽ അന്ത്യയാത്രയ്ക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ദിക്റുകൾ ചൊല്ലുന്നവർക്ക് പോലും വാക്കുകൾ ഇടറുന്ന നിമിഷങ്ങളാണ്. വല്ലാതെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകൾ. ഹൃദയം പൊട്ടുന്ന സഹപാഠികൾ. ഐഷയെ ഒരിക്കലും ഇങ്ങനെ കാണാൻ കരുതിയതല്ല ഐഷയുടെ സഹോദരി. ഐഷയുടെ ഒപ്പനയുടെ മണവാട്ടിയായിട്ട മൈലാഞ്ചിയുടെ മുഞ്ച് മാഞ്ഞിട്ടില്ല. ഹൃദയുടെയും നിതയുടെയും ഇർഫാനയുടെയും ഒക്കെ കളിച്ചിരി തമാശകൾ സഹപാഠികളുടെ ചെവിയിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അതിനിടയിലാണ് ഇങ്ങനെയൊരു ദുരന്തം സിമൻ്റ് ലോറിയായി അപകടമായൊരു ദുരന്തമായി അവരുടെ മേൽ പാഞ്ഞുകയറിയത്. മയ്യത്ത് കട്ടിലിൽ 4 കുഞ്ഞുമക്കളുടെയും കുഞ്ഞു ശരീരങ്ങൾ ചുമലിലേറ്റി നാട്ടുകാരും ബന്ധുക്കളും ജുമാ മസ്ജിദിലേക്ക് നടക്കുകയാണ്. ഒരു നാടും പ്രകൃതിയും മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ വിതുമ്പുന്ന ഹൃദയത്തോടെ യാത്രയയക്കുകയാണ്. ഒരു നാട് സ്നേഹം കൊണ്ട്, ജീവിതം കൊണ്ട് കൊതിതീരാതെ ജീവിച്ചു തുടങ്ങിയ മനുഷ്യർക്ക് യാത്രയയപ്പ് നൽകുന്നു. ജീവിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ദുനിയാവിലെ കാഴ്ചകൾ കണ്ടു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അപ്പോഴേക്കും 4 കുഞ്ഞുമക്കളെയും ജീവൻ മടക്കി വിളിച്ചിരിക്കുന്നു. ഇപ്പോൾ ദിക്റുകൾ ചൊല്ലി പള്ളിയിലേക്കുള്ള യാത്രയിലാണ്. മയ്യത്ത് കട്ടിൽ ചുമലിലേറ്റി ഒരു നാട് 4 കുഞ്ഞുമക്കളുടെയും 4 ഓമനകളുടെയും മൃതശരീരങ്ങളുമായി, ഭൗതിക ശരീരങ്ങളുമായി, മയ്യത്തുമായി ജുമാ മസ്ജിദിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ്. അഷ്കറും ഇക്ബാലും മുബഷീറുമുണ്ട്. ഇവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഖബറിടങ്ങൾ തൊട്ടടുത്താണ്. അപ്പുറത്ത് നിന്ന് ഒരുപക്ഷേ കളിച്ചിരി തമാശകൾ പറഞ്ഞ് എത്രയോ അവധി ദിനങ്ങളിൽ ഒരുമിച്ച് അവർ കളിക്കൂട്ടുകാരായി വീടുകളിൽ പരസ്പരം അടക്കം പറഞ്ഞിരുന്നവരെ പോലെ ഇനി ഖബറുകളിൽ അവർ അടുത്തടുത്ത് കിടക്കുന്നുണ്ടാവും. എന്തൊരു കാഴ്ചയാണ് ദർശകർ! ഇക്ബാല് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇക്ബാൽ, ദിക്റുകൾ മുഴക്കുന്നവർക്ക് പോലും വാക്കുകൾ ഇടറുന്നു, ശബ്ദമിടറുന്നു, കണ്ഠമിടറുന്നു. ഈ കാഴ്ച നമുക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്നത് ഉറപ്പാണ്. ഒരു നാട് ഒരിക്കലും ഇങ്ങനെ ഇതേപോലെ വരി നിന്ന് മയ്യത്ത് കട്ടിലിൽ തങ്ങളുടെ പിഞ്ചോമനകളെ, തങ്ങളുടെ കുഞ്ഞോമനകളെ ചുമലിലേറ്റ് നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല.